ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നൊരു ഫുഡ് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു ചിക്കൻ പെരട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, സവാള. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ തന്നെ ആദ്യമേ ഞാനിതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ചെറിയുള്ളി, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പച്ചക്കറിയും എന്ത് സാധനമാണെങ്കിലും നമ്മൾ നേരത്തെ നമ്മളെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അതായത് നമുക്കിങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളത് അങ്ങനെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പണി പെട്ടെന്ന് തീരും. സവാളയിലേക്ക് കുറച്ച് ഉപ്പോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി സോട്ട് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്യണം. നമുക്കൊരു പാൻ ചൂടായുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഒരു ഗരം മസാല പൊടി, മല്ലിപ്പൊടി, ഇത്രയും മസാലപ്പൊടികൾ ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഈ പൊടികളെല്ലാം ഒന്ന് സോട്ട് ചെയ്യാനായിട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള സവാള റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ അതൊന്ന് സോട്ട് ചെയ്ത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ സവാളയും ചെറിയുള്ളിയും തക്കാളിയും എല്ലാം അതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കനെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കനിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് അതിനെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം നമ്മൾ വേവിക്കണം. ഒരു 80% വേവൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇങ്ങനെ വെള്ളമൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ആദ്യം മാത്രമേ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആ മസാല ഫുള്ളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, അത് നമുക്ക് പിന്നീടും യൂസ് ചെയ്യാം. ഇപ്പം എനിക്ക് തൽക്കാലം ആവശ്യത്തിനുള്ള ആ ഒരു മസാല മാത്രം ഞാൻ ഈ ഒരു ചിക്കൻ കറിയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.